ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റവും അതുപോലെ തന്നെ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്താണ്. ഫസ്റ്റ് വൺ, ദ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വാല്യുവേഷൻ സിസ്റ്റമാണ്, ഇൻവെന്ററി വാല്യുവേഷൻ സിസ്റ്റമാണ്. ഇതിൽ എത്ര യൂണിറ്റ്സ് അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ വാല്യൂ എല്ലാം അസർട്ടൈൻ ചെയ്യുന്നു. നമുക്കറിയാം പെർപെച്വൽ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ മെറ്റീരിയൽസ് വാങ്ങിയാൽ അത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുകയും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോഴും അത് റെക്കോർഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഫിസിക്കലി വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞത്. Okay, the perpetual inventory system may be defined as a system of records maintained by controlling department. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഈ സിസ്റ്റം ചെയ്യുന്നത് കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, വിച്ച് റിഫ്ലക്ട് ദ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദർ കറന്റ് ബാലൻസ്. Okay, it is a system of ascertain of balance after every receipt and issue of material through stock record to facilitate the regular checking and to avoid the closing down of the firm for stock taking. അപ്പോൾ പറഞ്ഞു, ഓരോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ അത് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇയർ എൻഡിലോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി എപ്പോഴെങ്കിലും അതിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തേണ്ട ആവശ്യമുള്ള സമയത്ത് പ്രൊഡക്ഷൻ ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസും വാല്യൂസും എമൗണ്ടൊക്കെ ഈസിലി ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, അത് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ കൂടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പെർപെച്വൽ ഇൻവെന്ററി മീൻസ് ദ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് റെക്കോർഡ്സ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ്. കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കലി വെരിഫിക്കേഷൻ നടത്തുന്നതാണ്. എന്ത് സ്റ്റോക്ക് റെക്കോർഡ്സിലുള്ള മെറ്റീരിയൽസും ആക്ച്വൽ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽസും എത്രയാണ് എന്നുള്ളത് വെരിഫിക്കേഷൻ, ഫിസിക്കലി ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുന്നതിനാണ് കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മെറ്റീരിയൽ എത്ര വന്നു, എത്ര ഇഷ്യൂ ചെയ്തു, ഇനി എത്ര ബാക്കിയുണ്ട്, ഇത് ഫിസിക്കലി കൗണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി പ്രൊഡക്ഷൻ നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിസിപ്റ്റിനും ഇഷ്യൂവിന് ശേഷവും ബാലൻസ് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ പർച്ചേസും ഇഷ്യൂവും ചെക്ക് ചെയ്തത് കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു കണ്ടിന്യൂസ് സ്റ്റോക്ക് ടേക്കിംഗ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഫിസിക്കലി വെരിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ നിർത്തി വെച്ചതിന് ശേഷം അത് ഒരു സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇവിടെ ബിൻ കാർഡ്, സ്റ്റോർ ലെഡ്ജർ. സ്റ്റോർ റെക്കോർഡ്സ് രണ്ടെണ്ണം ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു, ബിൻ കാർഡ് ആൻഡ് സ്റ്റോർ ലെഡ്ജർ. ഇപ്പോൾ സ്റ്റോർ ലെഡ്ജറിലും ബിൻ കാർഡിലും റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ സ്റ്റോക്ക് റെക്കോർഡ്സിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവില്ല ആക്ച്വലുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവാം. ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സ്റ്റോർ റെക്കോർഡ്സിലുള്ള മെറ്റീരിയൽസും ആക്ച്വലുള്ള മെറ്റീരിയൽസിലും ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ റോങ് പോസ്റ്റിങ്ങോ തെഫ്റ്റോ അല്ലെങ്കിൽ ഈ കെയർലെസ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്സ് അങ്ങനെയുള്ള ചില റീസൺ കൊണ്ട് ഇതിൽ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പീരിയോഡിക് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്, ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും സ്റ്റോക്ക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ എനി ടൈമിൽ ബാലൻസ് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ സ്റ്റോറിൽ പോയിട്ട് എല്ലാ മെറ്റീരിയൽസും ഫിസിക്കലി കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിസിക്കലി കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ അത് എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും. അതല്ല, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഏത് ടൈമിലാണ് നമുക്ക് ഡാറ്റ ആവശ്യമുള്ളത്, ഇൻഫർമേഷൻ അവൈലബിൾ വേണ്ടിയത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ സിസ്റ്റത്തിൽ നിന്ന്
കിട്ടും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യുന്നതിനാൽ തന്നെ എനി ടൈംസിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റോർസ്, എല്ലാ സ്റ്റോർസും മെറ്റീരിയൽസും ഒക്കെ ഫിസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്നുള്ളത് എന്താണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ സ്റ്റോർ റെക്കോർഡ്സിലുള്ള മെറ്റീരിയൽസും ഫിസിക്കലി ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ ആക്ച്വലുള്ള മെറ്റീരിയൽസും ഫിസിക്കലി എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ്, അപ്പോൾ അത് അവോയ്ഡബിൾ ആക്കാവുന്ന റീസൺ ആണോ, അതല്ല അൺഅവോയ്ഡബിൾ ആവുന്ന റീസൺ ആണോ? അവോയ്ഡബിൾ ആവുന്ന റീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിനെ ഓവർകം ചെയ്യുകയും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോർ കീപ്പർ വിജിലൻ്റ് ആയിരിക്കുകയും സ്റ്റോർ അക്കൗണ്ടൻറ്റും സ്റ്റോർ കീപ്പറും വിജിലൻ്റ് ആകും. കാരണം എന്തെന്നാൽ ഇവിടെ ഫിസിക്കലി വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. മെറ്റീരിയൽസ് ഫിസിക്കലി വെരിഫിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലും ആക്യുറേറ്റ് ആയിട്ടും അത് അതിൻ്റെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, അതിനെ വിജിലൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. നെക്സ്റ്റ് പോയിന്റ്, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിലായിരിക്കും. അപ്പോൾ റെഗുലർ ഇൻ്റർവെല്ലിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുകയും അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ തടസ്സം നിൽക്കാതെ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റമാണിത് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഇവിടെ ഈ സിസ്റ്റം പ്രകാരം ഈസി ആയിട്ട് എറേഴ്സും ഷോർട്ടേജും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഉണ്ടായെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഫയർ. അപ്പോൾ ആ ഫയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മെറ്റീരിയൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ലോസ് ആവും. അപ്പോൾ എത്ര മെറ്റീരിയൽ ലോസായി എന്നുള്ളതൊക്കെ അറിയാൻ നമുക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളതിലുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാൻ പറ്റും. ഇത്ര മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര മെറ്റീരിയൽസ് ഫിസിക്കലി ഉള്ളൂ, അപ്പോൾ ഫയർ മുഖേന ഇത്ര മെറ്റീരിയൽസ് ഇത് ലോസ് ചെയ്തു. അപ്പോൾ ഇൻഷുറൻസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ലെയിം ചെയ്യുമ്പോഴൊക്കെ അതെന്ത് ചെയ്യാണ്, ബെനിഫിറ്റാണ്. അപ്പോൾ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് സ്റ്റോർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ബാലൻസ് ഇഷ്യൂ ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയും ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റോക്ക് മെറ്റീരിയൽസും അതുപോലെ തന്നെ സ്റ്റോർ റെക്കോർഡ്സിലുള്ള മെറ്റീരിയൽസും എത്രയാണെന്നുള്ളത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ, പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സിസ്റ്റം envisages physical stock verification at a fixed date or period during the year. Generally, under this system, the activity takes place at the end of the accounting period or the date closing to such date. ഈ പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിന് പകരം അവിടെ ഒരു പീരിയഡിലാണ് എടുക്കുക. ചിലപ്പോൾ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ഒക്കെയാണ് വെരിഫിക്കേഷൻ നടത്തുക. സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുകയും വെരിഫൈ ചെയ്യുന്നതൊക്കെ ഒരു പർട്ടിക്കുലർ പീരിയഡിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെരിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്, പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും ഒന്നും എന്ത് ചെയ്യില്ല, സ്റ്റോക്ക് വെരിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒക്കെ അത് സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്നത് ലാസ്റ്റിലാണ്. ഏതാണോ ഇപ്പോൾ ഹാഫ് ഇയർലിയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർലിൻ്റെ എൻഡിൽ നോക്കും, എന്നിട്ട് മെറ്റീരിയൽസൊക്കെ ഫിസിക്കലി എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്തെന്നാൽ അവിടെ അങ്ങനെ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ബാധിക്കും. സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയിട്ട് ഓരോ മെറ്റീരിയൽസും നമ്മൾ ഫിസിക്കലി ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ അത് ലെങ്തിയാണ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ബാധിക്കുന്ന ഒരു ഘടകമാണ്.
ഓക്കെ, അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടന്നത് എന്തിലാണ്, ഏതിൽ, പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദി ടുഡേസ് ക്ലാസ്, ദാറ്റ് ഈസ് perpetual inventory system and stock verification, periodic stock verification. So thank you everyone.